ഈ തുടർന്ന് വരുന്ന ശ്ലോകങ്ങൾ സാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സാധകൻ്റെ ആത്മവിചാരത്തിൽ ഏർപ്പെടുന്ന സാധകൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പ്രണവം അഥവാ ഓംകാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സാധകൻ എങ്ങനെയായിരിക്കണം ആത്മവിചാരത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് പറയുകയാണ്. വിവിക്ത ആസീന ഉപാരതേന്ദ്രിയോ വിനിർജിതാത്മാ വിമലാന്തരാശയ വിഭാവയേത് ഏകമനന്യ സാധനോ വിജ്ഞാനദൃക്കേവല ആത്മസംസ്ഥിത. ഒരു സാധകൻ ഏകാന്തവാസിയായിരിക്കണം. നിശ്ചയമായും ഒരു തീവ്ര സാധകൻ ഭൗതികമായ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെ പൂർണ്ണമായും നിയന്ത്രിച്ച് വിമലാന്തരാശയ ഏറ്റവും നിർമ്മലമായ ചിത്തത്തോടുകൂടി ആത്മനിഷ്ഠനായിട്ടിരിക്കേണ്ടതാണ്. ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന ഒറ്റ നിഷ്ഠയിലിരിക്കേണ്ടതാണ്. അതുമാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സാധകൻ അറിവിനെ മാത്രം ദർശിക്കുന്നവനായി ആത്മസംസ്ഥിതനായി ഇരിക്കേണ്ടതാണ്. നാം എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ആവർത്തിക്കാം. ആത്മാന്വേഷണം ഒരു സൈഡ് ബിസിനസ് അല്ല. അതാണ് സാധകൻ്റെ പ്രധാന തൊഴിലെന്ന് തന്നെ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെല്ലാം അപ്രസക്തമാണ് എന്നുറച്ച് ഇതുമാത്രമാണ് ജീവിത ലക്ഷ്യം എന്ന് കണ്ടാലേ ഈ കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു ദിവസം കുറച്ചു നേരം എല്ലാ ജോലിയും കഴിഞ്ഞ് മറ്റ് ബാഹ്യമായ കാര്യങ്ങളും ആനന്ദവും എല്ലാം കഴിഞ്ഞിട്ട് വന്ന് 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുകയില്ല. ഏകാന്തവാസത്തിലായിരിക്കണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഈ വഴി ഒരു തനി വഴിയാണ്, നമുക്ക് തനിച്ചുള്ള വഴിയും കൂടിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടുകൂടിയും പാട്ടുപാടിയും നടന്നാലൊന്നും നമുക്കെങ്ങും എത്താൻ പറ്റില്ല. ഗുരുനാഥൻ പറയും, കൂട്ടുകൂടിയാൽ കൂട്ടിലാവും, പാട്ടുപാടിയാൽ പാട്ടിലാവുമെന്ന്. അപ്പോൾ സംഘങ്ങളെ ഉപേക്ഷിക്കുക തന്നെ വേണം. വിഷയസുഖങ്ങളെ വിഷം പോലെ ഉപേക്ഷിക്കണം. ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം നമ്മുടെ തന്നെ നിയന്ത്രണത്തിലായിരിക്കണം. അല്ലാതെ ഇതൊന്നും നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിർമ്മല ചിത്തനായിരിക്കണം. ഒരു അശുഭവും ഒരു കളങ്കവും ഇല്ലാത്ത ചിത്തമുണ്ടായിരിക്കണം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, അനിയ, നീ എൻ്റെ പിറകെ നടന്നിട്ടൊന്നും ഇനി കാര്യമില്ല. നീ പോയി തനിയെ ഇരുന്ന് നിന്നെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി മുക്തനാകൂ എന്ന്. നമ്മുടെ പുറകെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവനവൻ ചെയ്യാനുള്ള ജോലി അവനവൻ തന്നെ ചെയ്യണം. അത് ഗുരുവും ജ്യേഷ്ഠനും ഒന്നും ചെയ്യില്ല. ഈ കാര്യം പറഞ്ഞു തരും. ചെറിയ ചില സഹായങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നാം സദാ ആത്മസംസ്ഥിതർ അഥവാ സ്വ ആത്മത്തിൽ തന്നെ ആയിരിക്കുക. വിശ്വം യഥേ തത്പരമാത്മദർശനം വിലാപയേതാത്മനി സർവകാരണേ. നമ്മൾ ദർശിക്കുന്ന ഈ പ്രപഞ്ചം, ഈ ലോകം, വിശ്വം, മായ എന്ന് നാം പറയുന്നത് സത്യത്തിൽ പരമാത്മദർശനം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് ഈ കാണപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വത്തെയും ബ്രഹ്മം എന്ന് തന്നെ ദർശിച്ച് ബ്രഹ്മത്തിൽ തന്നെ വിലയിപ്പിക്കേണ്ടതാണ്. ഒന്നും തന്നെ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല. ഈ കാണുന്നതെല്ലാം നശ്വരമായ മായാകൽപ്പനകളാണെങ്കിൽ പോലും ആ മായയും ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉളവായിരിക്കുന്നതിനാൽ അതും ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ കാണുന്നതെല്ലാം സ്വയം ബ്രഹ്മം തന്നെ എന്നുറപ്പിച്ച്, ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ അകത്തോ പുറത്തോ ഇല്ല എന്നുറച്ച് നാം പൂർണ്ണവും ചിദാനന്ദവുമായ ബ്രഹ്മമായി തീരണം. ഇനി ഇത് ഉറയ്ക്കുന്നത് വരെ, അഥവാ സ്വാനുഭൂതി ബ്രഹ്മസാക്ഷാത്കാരം ഉളവാകും വരെ സാധന ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുകയാണ്. പൂർവം സമാധേരഖിലം വിചിന്തയേത് ഓംകാരമാത്രം സചരാചരം ജഗത്. സമാധിയവസ്ഥ അഥവാ സാക്ഷാത്കാര ദിശയിലെത്തും വരെ, അനുഭൂതി ഉണ്ടാകും വരെ പ്രണവമന്ത്രം അഥവാ ഓംകാരത്തെ മാത്രം ഉപാസിക്കേണ്ടതാണ്.
എല്ലാ ചരാചരങ്ങളും ഓം എന്ന ശബ്ദത്താൽ ഉളവായിരിക്കുന്നു. നാദം എന്നത് ഓംകാരമാണ്. പ്രപഞ്ചത്തിൻ്റെ നാദം ഓംകാരമാണ്. ഓംകാരത്തിൻ്റെ രൂപമാണ് പ്രപഞ്ചം. എന്നാൽ ഈ കൽപ്പനയും നമ്മുടെ സ്വാനുഭൂതി വരെ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. സ്വനില വരെ ഉള്ളൂ. സ്വനിലയിൽ ഓംകാരവും ഇല്ല എന്നത് ഓർത്തുകൊള്ളണം. എന്നാൽ സ്വനിലയിലേക്ക് എത്തുവാനുള്ള ഏറ്റവും അടുത്ത മന്ത്രം അല്ലെങ്കിൽ വഴി ഓംകാരമാണ് എന്ന് പറയാം. ബ്രഹ്മത്തെ നാം നാദാന്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാദം അഥവാ പ്രപഞ്ചോൽപത്തിയുടെ ശബ്ദമായ പ്രണവം, ഓംകാരം അവസാനിക്കുന്ന ഇടമാണ് ബ്രഹ്മം. ബ്രഹ്മം എന്നതിൽ ഒന്നും തന്നെയില്ല, അവിടെ നാദവുമില്ല. എന്നാൽ ഓംകാരം അഥവാ നാദം ബ്രഹ്മത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. ഇനി ഓംകാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം നമുക്ക്. അകാരസംജ്ഞഃ പുരുഷോഹി വിശ്വകോഹി ഉകാരക സ്ഥൈജസ ഈര്യതേ ക്രമാത് പ്രാജ്ഞോ മകാരഃ പരിപഠ്യതേഖിലൈ സമാധിപൂർവം നതു തത്വതോ ഭവേത്. ആ, ഉ, അം എന്നീ 3 ശബ്ദങ്ങളുടെ സംയോജനമാണ് ഓംകാരം. അകാരം, ഉകാരം, മകാരം. അകാരം വിശ്വൻ അഥവാ സ്ഥൂല ശരീരത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ കാണായ ശരീരത്തെ, ഏറ്റവും പുറത്തുള്ള മാംസബദ്ധമായ ശരീരത്തെയാണ് അകാരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഉകാരം തൈജസൻ അഥവാ സൂക്ഷ്മ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നു. മകാരം പ്രാജ്ഞൻ അഥവാ കാരണ ശരീരത്തെ സൂചിപ്പിക്കുന്നു. ആ എന്ന ശബ്ദം കൊണ്ട് ഈ കാണായ ശരീരം, ഉ എന്ന ശബ്ദം കൊണ്ട് ജീവാത്മാവ്, അം എന്നതിൽ നിന്ന് കാരണ ശരീരം അഥവാ അവിദ്യയും ഉദിച്ചിരിക്കുന്നു. അപ്പോൾ ഓം എന്നാണല്ലോ നാം ഉച്ചരിക്കുന്നത്. അപ്പോൾ അകാരമായ സ്ഥൂലമാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കാം. അല്ല, കാരണശരീരം തന്നെയാണ് ഈ മകാരത്തിൽ നിന്നും ഉദയം ചെയ്യുന്നത്. അതിൽ നിന്നുള്ള വികാസമാണ് മറ്റ് 2 ശരീരങ്ങളും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നതും കാണുന്നതുമെല്ലാം ഒരു മിറർ ഇമേജാണ്. ഒരു കണ്ണാടിയിലെ കാഴ്ച പോലെയാണ്, അല്ലെങ്കിൽ ഒരു സെൽഫി എഫക്റ്റ് എന്നൊക്കെ പോലെയാണ്. പണ്ട് സെൽഫി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം എന്ന് എഴുതപ്പെട്ടത്. കണ്ണാടിയിൽ കാണുന്ന ഒരു നഗരം പോലെയാണ് ഈ പ്രപഞ്ചം. ഒരു സെൽഫി എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, അത് തുടക്കം ഒടുക്കമായിട്ടും ഒടുക്കം തുടക്കമായിട്ടും, അല്ലെങ്കിൽ ഇടതും വലതായിട്ടും വലതിടതായിട്ടും തോന്നുന്ന ഒരു ഭ്രമക്കാഴ്ചയാണ്. ആ കാഴ്ചയാണ് നാം പ്രപഞ്ചമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഥ്യയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിനെയും ഒരു റിവേഴ്സിൽ മനസ്സിലാക്കിക്കൊള്ളണം. ഓംകാരം എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട മന്ത്രമായി നാം കണക്കാക്കുന്നത്? ഓംകാരം തനിയെ നിൽക്കുന്ന ശബ്ദമാണ്. ആ മന്ത്രം ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ്. ഓം എന്ന ജപം മാത്രം മതി. മറ്റു മന്ത്രങ്ങളൊന്നും ജപിക്കാത്തവർക്കും മറ്റു മന്ത്രങ്ങളൊന്നും അറിയാത്തവർക്കും എളുപ്പത്തിൽ ഒരു തരത്തിലുള്ള കൽപ്പനകളും ഇല്ലാതെ ജപിക്കാൻ പറ്റുന്ന കാര്യമാണ് ഓംകാരം. എന്തുകൊണ്ടെന്നാൽ മറ്റു മന്ത്രങ്ങളെല്ലാം മൂർത്തിബദ്ധമാണ്. നമുക്ക് അവിടേക്കൊരു മൂർത്തിയെ അല്ലെങ്കിൽ ഒരു രൂപത്തെ സങ്കല്പം കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മന്ത്രത്തോട് ചേർത്ത് അതിൽ പോലും നാം തുടക്കത്തിൽ ഓം എന്ന് ജപിച്ചുകൊണ്ടാണ്, ഓമിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഈ മൂർത്തിബദ്ധമായ മന്ത്രങ്ങളെല്ലാം നിലകൊള്ളുന്നത്. എന്നാൽ ഓം അങ്ങനെയല്ല. ഓംകാരം ഒരു സപ്പോർട്ടും ഇല്ലാതെ തനിയെ നിൽക്കുവാൻ ശേഷിയുള്ള മന്ത്രമാണ്. അതിനൊന്നിൻ്റെയും സപ്പോർട്ട് ആവശ്യമില്ല. ഒരു കൽപ്പനകളെയും നാം ഓംകാരത്തോട് ചേർത്ത് വെക്കേണ്ടതില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വികല്പങ്ങളെ ഒഴിച്ച് കൽപ്പനാരഹിതമായ ബ്രഹ്മത്തിലേക്ക് എത്താൻ കഴിയും. അതാണ് ഓം എന്ന മന്ത്രത്തിൻ്റെ പ്രസക്തി. ഓംകാരം ജപിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കും സൂക്ഷ്മത്തിൽ നിന്നും കാരണത്തിലേക്കും അടങ്ങി കാരണത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആത്മത്തിലേക്ക് എത്താൻ ഓംകാരം എന്ന നാദത്തെ നമുക്കൊരു വഴിയാക്കാവുന്നതാണ്. തനിയെ നിൽക്കുന്നതാണ് ഓം. എന്നാൽ ഇത്തരത്തിലുള്ള ഭേദങ്ങൾ, ഈ 3 ശബ്ദങ്ങൾ, ആ, ഉ, അം എന്നൊക്കെ പറഞ്ഞ ഈ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഓംകാരനാദം
അതുണ്ട് എന്നതും ഈ സാക്ഷാത്കാരം വരെയേ ഉള്ളൂ. സ്വനിലയിൽ ഇതും മിഥ്യയാണ്. എന്നാൽ ഈ സ്വനില കൈവരിക്കാനായി ഈ പ്രണവത്തെ അല്ലെങ്കിൽ ഓംകാരത്തെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം. വിശ്വം ത്വകാരം പുരുഷം വിലാപയേത് ഉകാരമധ്യേ ബഹുധാ വ്യവസ്ഥിതം തതോ മകാരേ പ്രവിലാപ്യ തൈജസം ദ്വിതീയവർണം പ്രണവസ്യ ചാന്തിമേ. അകാരമായ സ്ഥൂലം അഥവാ വിശ്വൻ, അതായത് നമ്മുടെ സ്ഥൂല ശരീരം, അതിനെ ഇല്ലാത്തത് അഥവാ മിഥ്യയാണ് എന്നുറപ്പിച്ച് ഉകാരം അഥവാ തൈജസൻ എന്ന സൂക്ഷ്മത്തിൽ ലയിപ്പിക്കേണ്ടതാണ്. നമ്മൾ ഓരോന്നിനെയായിട്ട് പിൻവലിക്കുകയാണ്. ഒന്നിനെ പിൻവലിച്ച് അടുത്തതിൽ അടക്കുകയാണ്. ആദ്യം ഈ സ്ഥൂല ശരീരം ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി സൂക്ഷ്മ ശരീരത്തിൽ അതിനെ വിലയിപ്പിക്കണം. ഉള്ളത് ജീവാത്മാവാണ് എന്നങ്ങ് വിചാരിക്കുക. ആ ജീവാത്മാവിലേക്ക് ഈ ശരീരത്തെ വിലയിപ്പിക്കുക. അതിനുശേഷം ഈ ജീവാത്മാവ് അഥവാ സൂക്ഷ്മവും ഇല്ലാത്തതാണ് എന്നുറപ്പിച്ച്, ഉകാരവും ഇല്ലാത്തതാണ് എന്നുറപ്പിച്ച് ആ സൂക്ഷ്മത്തെ മകാരം അഥവാ കാരണത്തിൽ വിലയിപ്പിക്കുക. ഇത് രണ്ടും എവിടെ നിന്ന് ഉദയം കൊണ്ടോ അങ്ങോട്ടേക്ക് പിൻവലിക്കുക. ഇനി ഈ കാരണം അഥവാ മകാരം അവിദ്യ തന്നെ, അതും ഇല്ലാത്തത് തന്നെ എന്ന് ഉറപ്പിച്ച് അതിനെ തൻ്റെ ഉണ്മയിൽ ലയിപ്പിച്ചാൽ അവിടെ അവശേഷിക്കുന്നതെന്തോ അതാണ് സ്വനില അഥവാ ബ്രഹ്മം. സോഹം പരം ബ്രഹ്മ സദാ വിമുക്തിമത് വിജ്ഞാനദൃങ്മുക്ത ഉപാധിതോ അമല. ഞാൻ സദാ മുക്തമായ പരബ്രഹ്മം മാത്രമാണ്. ഞാൻ ജ്ഞാനക്കണ്ണാണ്. ഞാൻ മായാമുക്തവും ഉപാധിരഹിതവും ശുദ്ധ നിർമ്മലവുമായ ചൈതന്യമാണ്. ഇത് ഓരോരുത്തരും ഉറപ്പിച്ചുകൊള്ളുക. ഏവം സദാജാത പരാത്മഭാവന സ്വാനന്ദതുഷ്ട പരിവിസ്മൃതാഖില. ഇങ്ങനെ സ്വനില കൈവരിച്ചവർ അഥവാ സാക്ഷാത്കാരം നേടിയവർ സ്വാനന്ദതുഷ്ട, തന്നിൽ തന്നെ ആനന്ദിക്കുന്നവനും സദാ സന്തുഷ്ടനും സർവവും വിസ്മരിച്ചവനും പ്രശാന്തമായ ഉൾക്കടൽ പോലെ ശാന്തനായും നിത്യാത്മസുഖിയായും മുക്തനായും സ്വപ്രകാശ ചൈതന്യമായിരിക്കുന്നു.